ജയ് ശ്രീറാം വിളിച്ച് മുസ്ലിങ്ങളുടെ നെഞ്ചത്ത് കയറുന്നത് യു പിയിലുള്ള ആളുകളുടെ ഒരു വിനോദമായി മാറിയിട്ടുണ്ട്. അവിടുത്തെ ഭരണകൂടം പോലും ഇതിനെ വലിയ രീതിയിൽ സപ്പോർട്ടാണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. നോർത്ത് ഇന്ത്യൻസ് അങ്ങനെ തന്നെയാണ്. മുസ്ലിമിന്റെ നെഞ്ചത്ത് കയറി താണ്ഡവമാടാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും അവർ പാഴാക്കാറില്ല. നിങ്ങളിപ്പോ സൈഡിൽ ഒരു വീഡിയോ കാണുന്നുണ്ടാവും. ഹോളി ദിനത്തില് ഒരു മുസ്ലിം ഫാമിലി ബൈക്കിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അവരുടെ ദേഹത്തേക്ക് ആ കാണുന്ന കളറും പൊടിയും ചാണകവും ചളിയും എല്ലാം വാരി വലിച്ചെറിയുന്ന ഒരു ക്ലിപ്പ്. അത് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ കാണുമ്പോൾ തന്നെ സങ്കടം തോന്നിയെന്നുള്ളതാണ്. ശരിക്ക് ഇങ്ങനെയുള്ള തീട്ടങ്ങളായിട്ടുള്ള ആളുകൾ ഭൂമിയിൽ ശരിക്ക് ഭാരമായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഇപ്പോഴും ഏതോ ഒരു നൂറ്റാണ്ടിലേക്ക് പോകണമെന്ന് അതിയായ ആഗ്രഹത്തോടു കൂടി ചാണകവും ഗോമൂത്രവും കുടിക്കാൻ മാത്രമായി ജനിച്ച ഒരു കൂട്ടം ചാണക സംഖികളാണ് ഒരു പക്ഷെ യു പിയിൽ ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ, തെമ്മാടിത്തരങ്ങൾ, തന്തയില്ലാത്തരങ്ങൾ കാണിക്കുന്നത് എന്നുള്ളതാണ്. ഇത്തരം പ്രവൃത്തികളൊക്കെ ചെയ്യുന്ന ആളുകളെ എങ്ങനെയാണ് ഓരോ സംസ്ഥാനത്തുള്ള ആ പാർട്ടിയെ സഹായിക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ നിലനിർത്തി പോകുന്നത് എന്ന് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. അതേ ആളുകൾ നമ്മുടെ നാട്ടിലേക്കും വരും എന്ന് തന്നെയല്ലേ ആ ഒരു പാർട്ടി നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. കാരണം അങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ അവര് കൈമലർത്തി കാണിക്കുകയാണ്, അത് അവിടെയല്ലേ ഇവിടെയല്ലല്ലോ എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെയും അവർക്ക് ഒരു അവസരം കിട്ടിയാൽ എന്താവും അവസ്ഥ? അവർ അത് തന്നെ ഇവിടെ ചെയ്യും. അവിടെ അന്ന് നടന്നില്ലേ, ഇവിടെയും അത് നടക്കും എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു അവസരം കിട്ടുമ്പോൾ ഇപ്പോൾ ഒരാള് മാംസം, അതിന് ചിക്കൻ ആണെങ്കിൽ പോലും കൊണ്ടുപോകുന്നത് മുസ്ലിം ആണെങ്കിൽ ചോദ്യം ചെയ്യപ്പെടുകയും അതുപോലെ തന്നെ മർദ്ദനത്തിനിടയാവുകയും ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പോ സംസ്കാരത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഇന്ത്യക്ക് ഒരൊറ്റ സംസ്കാരമല്ല എന്ന് നമുക്ക് മനസ്സിലായി. കേരളത്തിന് വേറെ ഒരു സംസ്കാരമുണ്ട്, അത് മാന്യത തന്നെയാണ്. ഇവിടെയും ഉണ്ട് കാട്ടാളന്മാർ, പക്ഷെ ഇത്ര അധികം അധപ്പതിച്ച കാട്ടാളന്മാരില്ല എന്നുള്ളതാണ്. ഒരു പക്ഷേ ഇന്ത്യയിലുള്ള മുഴുവൻ നിയമങ്ങളും കൃത്യമായി പാലിക്കുന്ന മറ്റൊരു സംസ്ഥാനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം. അതാണ് കേരളത്തിന്റെ മഹത്വം. കേരളത്തില് ശരിക്കും ഭരണഘടനയിലുള്ള എല്ലാ നിയമങ്ങളും കൃത്യമായി അനുശാസിക്കുന്നുണ്ട്. ഒരു 85% ആളുകൾ അത് കൃത്യമായി പരിപാലിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ നേരെ തിരിച്ച് മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് വരുമ്പോൾ ആ ഒരു 15% ആ മാറ്റി നിർത്തപ്പെട്ടത് അവർ തന്നെയുള്ളൂ. അതായത് ബാക്കി 85% ആളുകളും ഒരു തരത്തിലുള്ള നിയമങ്ങളും പാലിക്കില്ല എന്നുള്ളതാണ്. നോർത്ത് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്താൽ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. എന്തിനു പറയുന്ന അയോധ്യ എന്ന് പറയുന്ന ഒരു ക്ഷേത്രം വന്നു അല്ലെ. അയോധ്യയിലേക്ക് പുതുതായി ഉണ്ടാക്കിയ ഒരു റെയിൽവേ സ്റ്റേഷന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയുമോ? പരിതാപകരമാണ്. തുപ്പി നിറച്ചിക്കുക. എന്താണ് പാൻ മസാല? ഓരോ പ്രായത്തിലുള്ള കുട്ടികൾക്കും ചവയ്ക്കാൻ വേണ്ടി ഓരോ തരം പാൻ മസാലകൾ അവരുടെ നാടുകളിലുണ്ട് എന്നുള്ളതാണ്. കൃത്യമായി അത് നമ്മുടെ നാട്ടിലേക്ക് അവർ ജോലിക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ചവച്ച് തുപ്പി ചുമരെല്ലാം നശിപ്പിച്ചിട്ടിരിക്കുന്ന ഒരു അവസ്ഥ അയോധ്യയിലുണ്ട്. ഇവരുടെ പരിശുദ്ധ നാടാണ്, പരിശുദ്ധ സ്ഥലമാണ് എന്നൊക്കെ BJP പ്രവർത്തകരും RSS പ്രവർത്തകരും കുറച്ച് ഹിന്ദു തീവ്രവാദികളും പറയുന്നുണ്ടല്ലോ. അവര് എന്തുകൊണ്ടാണ് അവരുടെ നാടിന്റെ അത്ര വൃത്തിയില്ലാത്ത രീതിയിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറാവുന്നത് നിങ്ങൾക്കറിയാം. അവിടെയുള്ള ബുദ്ധിയില്ലാത്ത വിദ്യാശൂന്യരായ ആളുകൾ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ മിണ്ടാതിരിക്കുക. കാരണം നാളെ വോട്ട് കിട്ടണമല്ലോ. ഇപ്പൊ ഇതാ പാവം ഒരു ഫാമിലിയാണ് അല്ലെ, അവർ ബൈക്കിൽ പോകുന്നുണ്ട്, അവർ കേണപേക്ഷിക്കുന്നുണ്ട്. ഹോളി എന്നുള്ള ഒരു ആഘോഷം നിങ്ങൾ ആഘോഷിക്കുകയാണെങ്കിൽ ആഘോഷിക്കുക. അത് മറ്റുള്ള ആളുകളുടെ നെഞ്ചത്തോട്ട് കരിവാരി തേക്കാനോ ചവിട്ടിക്കൂട്ടാനോ കൊലപാതകം നടത്താനോ വേണ്ടി ഉപയോഗിക്കരുത് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തല് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കാൻ മാത്രമേ കഴിയുള്ളൂ. നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചെറു വിരൽ പോലും അവിടെ പോയിട്ട് അനക്കാൻ കഴിയില്ല. കാരണം അതേ ഓർമ്മയുണ്ടാവുള്ളൂ. ചാണകം തിന്നുന്ന തീട്ടബുദ്ധിയുള്ള കഴുതകൾ നമ്മളെ മേലങ്ങോട്ട് കയറി നിരങ്ങും. നമുക്കറിയാം മണിപ്പൂരിലൊക്കെ പാവപ്പെട്ട സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളൊക്കെ നമ്മൾ നിരന്തരം കാണുന്നതാണ് അല്ലെ. അതുപോലെ തന്നെയാണ് ഇവരുടെ ഒരു ഭൂരിപക്ഷം BJP പ്രവർത്തകരോ അല്ലെങ്കിൽ RSS പ്രവർത്തകരോ ഉള്ള അത്തരം വൃത്തികെട്ട കുറച്ച് സ്ഥലങ്ങൾ അവിടെയുണ്ട്, നോർത്തിലുണ്ട്. കേരളത്തിൽ എന്തായാലും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇല്ലാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിദ്യാഭ്യാസം തന്നെയാണ് ഒരു പക്ഷേ, അല്ലെങ്കിൽ വിദ്യാഭ്യാസം മാറ്റി നിർത്താണെങ്കിൽ വകതിരിവ് തന്നെയാണ് ഒരു പക്ഷെ കേരളത്തിലുള്ള ആളുകളെ നമ്മളെ ഈ ഒരു കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഹോളി അത് എല്ലാ സംസ്ഥാനങ്ങളിലും ഇപ്പൊ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. കേരളത്തിലും അത് ആഘോഷിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതാണ് കേരളത്തിന്റെ പ്രത്യേകത. എല്ലാ ആഘോഷങ്ങളും ഇവിടേക്കും കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഒരിക്കലും വേറെ ഒരു മതത്തിൽപ്പെട്ട ഒരാളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ ഇവിടെ ഹോളി ഉപയോഗിക്കാറില്ല, ചെയ്യാറില്ല. കൂടുതലും ഇങ്ങനെ ഹോളി ചെയ്യുന്നത് ആരാണ്? കുട്ടികളാണല്ലേ. പക്ഷെ നോർത്ത് ഇന്ത്യയിലേക്ക് പോകുമ്പോൾ അതിന് പ്രായമൊന്നുമില്ല.
അപ്പൊ അവർ ഈ ഒരു അവസരം മുതലെടുക്കുകയാണ്. മുസ്ലിങ്ങളുടെ നെഞ്ചത്തോട്ട് കയറാൻ ഒരു അവസരം കാത്തിരിക്കുന്നത് പോലെ അത് ഉപയോഗിക്കുകയാണ്. അവരുടെ ദേഹത്തേക്ക് ചളിയും എന്തൊക്കെയോ വാരി എറിയുന്നുണ്ട്, അവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, ഉപദ്രവിക്കുന്നുണ്ട്. ഇതൊക്കെ ക്യാമറ കണ്ണിലൂടെ നമ്മൾ കാണുന്നത്. ഇനി ക്യാമറ ഇല്ലാത്തൊരവസ്ഥയിൽ അവിടെ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ തന്നെ ആ ഒരു സംസ്ഥാനത്തിന്റെ ഇന്റർനെറ്റ് കട്ട് ചെയ്യുകയാണ് അവരുടെ പ്രധാന ഒരു പരിപാടി. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും നമ്മൾ അറിയാൻ കുറച്ച് സമയമെടുക്കും എന്നുള്ളതാണ്. ഇപ്പൊ കർഷക സമരം നടന്നപ്പോൾ തന്നെ പല കാര്യങ്ങളും അറിയുന്നത് വൈകിട്ടാണ്. അതുപോലെ മണിപ്പൂരിൽ കലാപം നടക്കുമ്പോൾ അറിയുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് വൈകിട്ടാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു പ്രതികരണമായിട്ട് ചെല്ലാൻ ശ്രമിക്കുമ്പോൾ അത് കഴിഞ്ഞു പോയ കാര്യമാണ് എന്നാണ് അവിടെ നിന്ന് വരുന്ന കമന്റുകൾ. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, വൃത്തിയുടെ കാര്യത്തിൽ നോർത്ത് ഇന്ത്യൻസ് പക്കാ മോശ. അവരുടെ സ്ട്രീറ്റ് ഫുഡുകളാണെങ്കിൽ പോലും അങ്ങനെയൊക്കെ തന്നെയാണ്. ചെറിയ കുട്ടികൾ പോലും പാൻ മസാലകൾ ഉപയോഗിക്കുന്നതാണ്. ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് റെയിൽവേ സ്റ്റേഷൻ, ഇന്ത്യയെ കുപ്പി നിറയ്ക്കരുത് എന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്തു. അതായത് റെയിൽവേ സ്റ്റേഷനുകൾ പോലും ലക്ഷക്കണക്കിന് രൂപ പ്രതിവർഷം ഗവൺമെന്റ് ചെലവഴിച്ചിട്ടാണ് വൃത്തിയാക്കുന്നത്. അതായത് അത്രക്ക് മുറുക്കി തുപ്പി നാടിനെ നശിപ്പിക്കുന്ന ഉമ്മാതിരി തീട്ടങ്ങളെ ഞാൻ വേറെ എവിടെയും കണ്ടില്ല. കേരളത്തിലും അവർ വലിയ രീതിയിലുണ്ട്. ഏതെങ്കിലും ഒരു നിയമം ഉപയോഗിച്ചുകൊണ്ട് ഇവിടെയുള്ള ബംഗാളികളെ പോലെയുള്ള കുറെ എണ്ണമുണ്ട്, അവരുടെ മുറുക്കാൻ കടകൾ പൂട്ടിക്കുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാടും തുപ്പി നശിപ്പിക്കാൻ ഇവർ തയ്യാറായിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ്. പോളിയൊക്കെ പോട്ടെ, അതിനൊക്കെ അപ്പുറമാണ് അവരുടെ തുപ്പി നശിപ്പിക്കാനുള്ള അവരുടെ ഒരു പ്രവണത. എന്തായാലും ഇത്തരം തെമ്മാടിത്തരങ്ങൾ, തന്തയില്ലാത്തരങ്ങൾ കാണുമ്പോൾ പ്രതികരിച്ചിട്ടില്ല എങ്കിൽ നമ്മളൊക്കെ എന്ത് ഇന്ത്യക്കാരനാണെന്ന് തോന്നിപ്പോവാണ്. എന്തായാലും നമ്മൾ പുതിയ പുതിയ വിഷയങ്ങളുമായിട്ട് വീണ്ടും വരും. അതുവരേക്കും ദിസ് ഈസ് സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.